ചരക്ക് സേവന നികുതി സമ്പ്രദായത്തിൽ സമൂലമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി നികുതി സ്ലാബുകളുടെ എണ്ണം 4-ൽ നിന്ന് 2 കുറയ്ക്കുന്നതിനുള്ള നിർണായക തീരുമാനത്തിന് മന്ത്രിതല സമിതി തത്വത്തിൽ അംഗീകാരം നൽകിയിരിക്കുന്നു. സാമ്പത്തിക വിദഗ്ധരും വ്യവസായികളും ഒരുപോലെ ഉറ്റുനോക്കിയിരുന്ന ഈ പരിഷ്കാരം രാജ്യത്തെ നികുതി ഘടനയെ ലളിതമാക്കുമെന്നും സാധാരണക്കാർക്ക് കൂടുതൽ ആശ്വാസം നൽകുമെന്നും കരുതപ്പെടുന്നു. എന്നാൽ ഈ നീക്കം വരുത്തിയേക്കാവുന്ന നികുതി വരുമാന നഷ്ടം എങ്ങനെ നികത്തണമെന്ന ആശങ്കയും ഈ വിഷയത്തിൽ ശക്തമായി ഉയരുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ ഉൾപ്പെട്ട സമിതിയാണ് ബീഹാർ ഉപമുഖ്യമന്ത്രി സമ്രാട് ചൗധരിയുടെ നേതൃത്വത്തിൽ ഈ സുപ്രധാന തീരുമാനത്തിന് അംഗീകാരം നൽകിയത്. നിലവിൽ 5%, 12%, 18%, 28% എന്നിങ്ങനെ 4 പ്രധാന സ്ലാബുകളാണ് GSTക്ക് കീഴിലുള്ളത്. ഇതിൽ നിന്ന് 12%-ഉം 28%-ഉം എന്ന 2 സ്ലാബുകൾ ഒഴിവാക്കാനാണ് തീരുമാനം. 12% നികുതി ഈടാക്കിയിരുന്ന ഭൂരിഭാഗം ഉൽപ്പന്നങ്ങളുടെയും 5% എന്ന കുറഞ്ഞ സ്ലാബിലേക്ക് മാറ്റും. 28% പരിധിയിൽ വരുന്ന ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗവും 18% സ്ലാബിലേക്ക് കൊണ്ടുവരും. ഇത് ഉപഭോക്താക്കൾക്ക് വലിയ വിലക്കുറവ് നൽകുമെന്നാണ് കേന്ദ്ര ധനമന്ത്രാലയം അവകാശപ്പെടുന്നത്. അതേസമയം ഉയർന്ന ആഡംബര വസ്തുക്കളായ ആഡംബര കാറുകൾക്കും സിഗരറ്റുകൾക്കും 40% അധിക നികുതി ഏർപ്പെടുത്തുമെന്നും നിർദ്ദേശമുണ്ട്. ഇത് ഈ ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ വർദ്ധിക്കാൻ കാരണമാകും. ഈ അധിക നികുതിക്ക് പുറമെ സ്വർണം, വെള്ളി എന്നിവയ്ക്ക് 3% നികുതി തുടരും. ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഏകദേശം 9,700 കോടി രൂപയുടെ നികുതി വരുമാന നഷ്ടം ഉണ്ടാകുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. BJP ഭരണത്തിലുള്ള ബീഹാർ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പ്രതിപക്ഷ ഭരണം നടക്കുന്ന കർണാടക, കേരളം, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഉൾപ്പെട്ട മന്ത്രിതല സമിതി യോഗത്തിൽ കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ ഈ നികുതി നഷ്ടത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉന്നയിക്കുകയും ചെയ്തു. നികുതി വരുമാനത്തിൽ ഉണ്ടാകുന്ന കുറവ് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഭാവിയെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ഭയം പല സംസ്ഥാനങ്ങൾക്കുമുണ്ട്. ഈ വിഷയം പരിഹരിക്കാൻ കേന്ദ്രം കുറഞ്ഞ ഫണ്ടുകൾ അനുവദിക്കുമോ അതോ മറ്റ് വരുമാന മാർഗങ്ങൾ കണ്ടെത്തേണ്ടി വരുമോ എന്ന് കണ്ടറിയണം. നിർണായകമായ മറ്റൊരു നീക്കം ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് GST ഒഴിവാക്കാനുള്ള നിർദ്ദേശത്തിന് ലഭിച്ച അംഗീകാരമാണ്. ഈ മാറ്റം ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം കുറയ്ക്കുന്നതിലൂടെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസം നൽകുമെന്നും കൂടുതൽ ആളുകളെ ഇൻഷുറൻസ് പരിരക്ഷയിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ആരോഗ്യ ഇൻഷുറൻസിന്റെ പ്രാധാന്യം വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ നീക്കം ഏറെ പ്രസക്തമാണ്. GST സംവിധാനം നിലവിൽ വന്നതിനു ശേഷം ഇത് 3ാമത്തെ പ്രധാന പരിഷ്കരണമാണ്. ആദ്യഘട്ടത്തിൽ 5 സ്ലാബുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 28% നികുതി ഈടാക്കിയിരുന്ന പല ഉൽപ്പന്നങ്ങളുടെയും 18% സ്ലാബിലേക്ക് മാറ്റിയത് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസം നൽകിയിരുന്നു. പുതിയ പരിഷ്കാരം നടപ്പാക്കുന്നതോടെ നികുതി സ്ലാബുകൾ 2 പ്രധാന കാറ്റഗറികളായി ചുരുങ്ങും. ഇത് നികുതി ഘടന കൂടുതൽ ലളിതമാക്കുകയും നികുതി വെട്ടിപ്പ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. ചെറുകിട വ്യാപാരികൾക്കും വ്യവസായികൾക്കും ഇത് ഏറെ സഹായകമാകും. കാരണം വിവിധ ഉൽപ്പന്നങ്ങൾക്കായുള്ള വ്യത്യസ്ത നികുതി നിരക്കുകൾ കൈകാര്യം ചെയ്യേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഇത് സഹായിക്കും. ഈ നിർദ്ദേശങ്ങൾ GST കൗൺസിലിന്റെ അടുത്ത യോഗത്തിൽ അവതരിപ്പിക്കും. കൗൺസിൽ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ ഇത് നിയമമായി മാറുകയുള്ളൂ. GST കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രങ്ങളുടെയും പ്രതിനിധികളുണ്ട്. ഇവിടെ ഉയരുന്ന ചർച്ചകളും തീരുമാനങ്ങളും ഈ പരിഷ്കാരങ്ങളുടെ ഭാവി നിർണ്ണയിക്കും. ചില സംസ്ഥാനങ്ങൾ നികുതി നഷ്ടം സംബന്ധിച്ച ആശങ്കകൾ ശക്തമായി ഉന്നയിച്ചതിനാൽ കൗൺസിലിന്റെ തീരുമാനം എളുപ്പമാകില്ലെന്നാണ് കരുതുന്നത്. GST പരിഷ്കാരത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇടത്തരം വരുമാനക്കാരായ ഉപഭോക്താക്കളായിരിക്കും. പല നിത്യോപയോഗ സാധനങ്ങൾക്കും വില കുറയാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് 12% നികുതി സ്ലാബിൽ ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾ 5%ലേക്ക് മാറുമ്പോൾ വിലയിൽ വലിയ കുറവുണ്ടാകും. ഇത് പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ സഹായിച്ചേക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്നിരുന്നാലും ആഡംബര കാറുകൾക്കും മറ്റ് ഉയർന്ന ഉൽപ്പന്നങ്ങൾക്കും നികുതി കൂടുന്നതിനാൽ അവയുടെ വില കുതിച്ചുയരും. ഇത് സർക്കാരിന് അധിക വരുമാനം നേടാൻ സഹായിക്കുമെങ്കിലും ഉപഭോക്താക്കളുടെ ചിലവ് വർദ്ധിപ്പിക്കും.